ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് സ്കിൻ കെയറിനെ കുറിച്ചിട്ടാണ്. മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇതെങ്ങനെ യൂസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ. ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ട് വീഡിയോ ആണ്. അതായത് ഇതുവരെ സ്കിൻ കെയർ ചെയ്ത് തുടങ്ങാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. ചിലവരൊക്കെ ഉണ്ടോ ഞാൻ വെറുതെ എന്താ പറയുക, മുഖത്ത് പൗഡർ മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ഞാൻ ഒന്നും യൂസ് ചെയ്യാത്തവരുണ്ട്. ചിലർ പൗഡർ മാത്രമേ യൂസ് ചെയ്യും, ഇതുവരെ മുഖത്ത് യാതൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യാറില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അതായത് ഇതുവരെ സ്കിൻ കെയർ തുടങ്ങാത്തവർക്കായിട്ടുള്ള ഇന്നത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യണത്. അതായത് നമ്മളൊരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്. ഞാനിപ്പോൾ ഒരു സ്കിൻ കെയറിൻ്റെ മുഖത്ത് ചെറിയ ചെറിയ കുരുക്കളും പിന്നെ ചെറിയ ചെറിയ ചുളിവുകളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുക? ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല, ഇനി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റത്തെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതായത് ഫസ്റ്റ് വണ്ണ് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയണം. ജനറലായിട്ട് പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ടെസ്റ്റ് ആട്ടോ ഇത്. എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് പറയുമൊന്നുമില്ല. എന്നാലും 3 ടൈപ്പാണ് സ്കിന്നെന്ന് എല്ലാവർക്കും അറിയാം. ഒന്ന് കോമ്പിനേഷൻ സ്കിന്ന്, ഒന്ന് ഡ്രൈ സ്കിന്ന്, ഒന്ന് ഓയിലി സ്കിന്ന്. ഇത് എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. ഇതിലേതാണ് നമ്മുടെ സ്കിന്നെന്ന് അറിയാം. അതായത് ഇപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, നിറയെ പിമ്പിൾസ് ഇല്ല, 1, 2, 3 മാത്രമാണ് വരുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ അങ്ങനെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടെസ്റ്റായിട്ട് ജനറലി പറയുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ളതെന്നല്ല, ജനറലി നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നമ്മുടെ മുഖം വാഷ് ചെയ്യാണ്. ഒരു എന്താ പറയുക, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് അങ്ങനെ വെച്ച് വാഷ് ചെയ്തതിന് ശേഷം ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിൻ നന്നായി ഡ്രൈ ആവുന്നുണ്ട്, ഇവിടെയൊക്കെ വെലിഞ്ഞ് മുറുകില്ല, അതുപോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നമ്മുടെ ഒരു ഡ്രൈ സ്കിന്നാണെന്ന് വിചാരിക്കാം. ഇനി കോമ്പിനേഷൻ സ്കിന്നാണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഭാഗം ഇവിടെയൊക്കെ കുറച്ച് ഓയിലി പോലെ, പിന്നെ ഇവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഇനി ഇതൊന്നുമല്ല, നമുക്ക് മുഖം കുറേ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ എണ്ണ പോലെ കുറച്ച് ഓയിലി പോലെയൊക്കെ തോന്നുക, നിറച്ച് പിമ്പിൾസ് വരിക. എന്തൊക്കെ ചെയ്താലും ചിലവർക്കൊക്കെ ഒരു 30+ ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ കുരുക്കളൊന്നും വരില്ല. എന്നിട്ടും കുരു വരികയാണ്. എനിക്ക് ഒരുപാട് പേര് 45 ഒക്കെ ഏജ് എന്നിട്ടും കുരു വരികയാണ്. നമുക്ക് കൺഫേം ചെയ്യാം നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര ഓയിലിയാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ജനറലായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ടൈപ്പ് ആയിരിക്കും. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ഇനി മുതൽ ഞാൻ സ്കിൻ കെയർ ചെയ്യണം തുടങ്ങാൻ വിചാരിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇപ്പോൾ സിറം, ടോണർ അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും എടുത്ത് യൂസ് ചെയ്യാതെ ബേസിക്കായിട്ട് ആയിട്ട് തുടങ്ങുക. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് ഇതുവരെ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു ആഴ്ചയിൽ 2 ടൈംസോ 1 ടൈം ഒക്കെ യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങുക. അതിപ്പോൾ മോർണിംഗ് കുളി കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നൈറ്റ് കിടക്കണമെങ്കിൽ മുന്നേ വീട്ടിലിരിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ വർക്കിന് പോകണമെങ്കിലൊക്കെ ആണെങ്കിൽ ബേസിക്കായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയണം. അതിപ്പോൾ നമ്മൾ സ്കിൻ കെയർ ആയിക്കോട്ടെ, സ്കിന്നിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലത്തെ സാധാരണ കാപ്പിപ്പൊടി, ഉരുളക്കിഴങ്ങിന് നീര്, തൈര്, പിന്നെ തേന്, അങ്ങനെ എന്ത് യൂസ് ചെയ്യാം, മഞ്ഞളൊക്കെ അങ്ങനെ എന്ത് യൂസ് ചെയ്യായിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം മാത്രം യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അത് കുറച്ചും കൂടി എന്താ പറയുക ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് പോകുക. കാരണം ഒരുപാട് പിമ്പിൾസ് വരും. എനിക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ ഒട്ടും പറ്റില്ല. മഞ്ഞളൊക്കെ തേച്ച് കഴിഞ്ഞാൽ എനിക്ക് കുരുക്കളും അത് കുറച്ച് കൂടുതലായിട്ട് വരുള്ളൂ. ഓൾറെഡി എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ പിമ്പിൾസ്, അതിൻ്റെ മാർക്ക് അങ്ങനെ അതൊക്കെ ഉള്ള പാടുകളൊക്കെ നിറയെയുള്ള കുരുക്കൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, നിറയെയുള്ള സ്കിന്നാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സ്കിൻ ഏതാണ്, നമ്മുടെ ഏത് സ്കിന്നാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഡെയിലി റൊട്ടീൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വീട്ടിലിരിക്കുന്ന ഒരാൾ ഒരു ഹൗസ് വൈഫാണ് വിചാരിച്ചോ, ആ ഒരു സ്കിൻ കെയർ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും എന്തെങ്കിലും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇത്രയും മതിയായിരിക്കും. കാരണം മോയ്സ്ചറൈസർ മസ്റ്റ് ഹാവ് ആണെന്ന് പറയില്ല, അതുപോലെയായിട്ട്. കാരണം എന്താ പറയുക, രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസർ തേച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി കിടക്കണേക്കാട്ടിൽ മുന്നൊക്കെ ചെയ്യിക്കുക. പിന്നെ നമുക്ക് സൺസ്ക്രീൻ തേക്കാം. അത് 50+ അല്ലെങ്കിൽ 40+ ഒക്കെ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മതി. ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വെച്ചിരിക്കുന്ന വീട്ടിലിരിക്കില്ല, ഞാൻ വെയിലൊന്നും കൊള്ളണില്ല എന്ന് വിചാരിച്ചാലും നമ്മൾ ഒരു 30+ എങ്കിലും ഒരു സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ സ്കിന്നിന് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ചെറിയ ടാനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 30+ 40+ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനി പിന്നെ വർക്കിന് പോകുന്നവരാണെങ്കിൽ ബേസിക്കായിട്ട് കുറേ ടോണറൊക്കെ യൂസ് ചെയ്ത് പിന്നെ സിറമൊക്കെ യൂസ് ചെയ്യാതെ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് മോയ്സ്ചറൈസർ ഇടുക, അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മേക്കപ്പ് ഏതാണോ അതില്ലെങ്കിൽ സാധാ നോർമലാണെങ്കിൽ നമുക്ക് കോമ്പാക്റ്റ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തവർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
എന്താ മേക്കപ്പ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണം, മേക്കപ്പ് പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുക. പക്ഷെ മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വർക്ക് കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു എന്താ കോക്കനട്ട് ഓയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് മേക്കപ്പൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ക്രീം ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച് മോയ്സ്ചറൈസർ ആയിക്കോട്ടെ സൺസ്ക്രീം ആയിക്കോട്ടെ അതൊക്കെ നന്നായി കഴുകി കളയുക. 2 പ്രാവശ്യം നിർബന്ധമായിട്ടും കഴുകി കളയണം. അപ്പോൾ മാത്രമാണ് നമ്മുടെ സ്കിന്നിൽ അതൊക്കെ പോയിട്ട് പിന്നെ എന്നിട്ട് അതിനുശേഷം വീണ്ടും നമ്മൾ മോയ്സ്ചറൈസർ സൺസ്ക്രീം അപ്ലൈ ചെയ്യുക. ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഡെയിലി റൂട്ടീൻ അനുസരിച്ചിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് വ്യത്യാസം സ്കിന്നിൻ്റെ സ്കിൻ കെയർ വ്യത്യാസമായിക്കൊണ്ടിരിക്കും. പിന്നെ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ് ഇപ്പം നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 ലിറ്റർ ഇപ്പോൾ മഴക്കാലമായിക്കോട്ടെ മൺസൂൺ സീസണൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഏത് സീസൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ലിറ്റർ വെള്ളത്തോളം കുടിച്ചിരിക്കുക. മാക്സിമം 3 അല്ലെങ്കിൽ 4 ഇത്ര വെള്ളം നമ്മൾ എന്തായാലും കുടിച്ചിരിക്കണം. കാരണം അതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഗ്ലോയ്ക്ക് ഏറ്റവും പ്രധാനം. നമ്മുടെ ശരീരത്തിൽ ജലാംശം ഉണ്ടെങ്കിൽ തന്നെയാണ് മുടിക്കും ആണെങ്കിൽ സ്കിന്നിനാണെങ്കിൽ നല്ല ഗ്ലോ കിട്ടും. സ്കിൻ കെയറിൻ്റെ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ആണെങ്കിലും സ്കിന്നാണെങ്കിലും ഹെയർ ആണെങ്കിലും വെള്ളം നമ്മുടെ ശരീരത്തിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ അതാദ്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒന്നും കൂടി പറയാനുണ്ടെങ്കിൽ നമ്മൾ പുതിയ തുടക്കം ഇതുവരെ ബിഗിനേഴ്സ് നമ്മൾ ഇതുവരെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ തന്നെ ഒന്ന് തീരുമാനിക്കുക. നമ്മളതിനെ ഉറച്ച് നോക്കുക. നമ്മുടെ സ്കിന്നാണ് ഇപ്പോൾ എൻ്റെ സ്കിൻ ഏതാണോ ഓയിലി ആണോ ഡ്രൈ ആണോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാതെ ഫസ്റ്റ് മോയ്സ്ചറൈസറും സൺസ്ക്രീമും തുടങ്ങിയിട്ട് ചെയ്യുക. അതും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ വീക്കിലി 2 ടൈംസ് അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യണതിലേക്ക് അങ്ങനെയൊക്കെ കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഡെയിലി റൊട്ടീൻ അനുസരിച്ച് ചെയ്യുക. അതായത് പുറത്ത് പോകുന്നവർക്ക് ഇപ്പോൾ വീട്ടിലിരിക്കുന്നതിനെക്കാട്ടിലും കൂടുതലെങ്കിൽ സൂര്യപ്രകാശമൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് ടാനൊക്കെ വരാൻ കുറച്ചും കൂടി ചാൻസ് കൂടുതലാണ്. അപ്പോൾ അവർ ചെയ്യണതും പിന്നെ വീട്ടിലിരിക്കുന്നവർ ചെയ്യണ സ്കിൻ കെയറോ കുറച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതുവരെ സ്കിൻ കെയർ ചെയ്യാത്തവരൊക്കെ ചെറുതായിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് കെയർ ചെയ്യാൻ നോക്കുക. എന്താ പറയുക, ഇപ്പം മേക്കപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പോലും ഒട്ടും മേക്കപ്പ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും സ്കിൻ കെയർ നന്നായിട്ട് നമ്മുടെ സ്കിൻ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ഗ്ലോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊക്കെ സ്കിൻ കെയർ തിരഞ്ഞെടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ബൈ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ലൈക്ക് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ച്. Okay, bye.